എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഏകദേശം 59 ആപ്ലിക്കേഷനുകൾ ചൈനീസ് ബന്ധമുണ്ട് എന്നുള്ള പേരിൽ ബാൻ ആയത്. അതിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള ആപ്ലിക്കേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ടിക്ടോക്ക്, ഹലോ പോലുള്ള ആപ്ലിക്കേഷൻ ആയിരുന്നു. ഒരുപാട് ആൾക്കാർ ഈ ഒരു ആപ്ലിക്കേഷൻ ബാൻ ആയതിനു ശേഷം ഒരുപാട് ആൾക്കാർ പറയുന്നൊരു കാര്യമുണ്ട്, എന്തുകൊണ്ട് ചൈനീസ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ചൈനീസ് ബന്ധമുള്ള പബ്ജി നിരോധിക്കുന്നില്ല, അതുപോലെ സൂം നിരോധിക്കുന്നുള്ളൊക്കെ ഒരുപാട് ആൾക്കാർ, ഈ പൂത്തുമ്പിയുടെ ആൾക്കാർ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. നമ്മുടെ പബ്ജിയുടെ പിള്ളേർ വെച്ചിട്ടുണ്ടെങ്കിൽ വെടിയും പുകയും തീയായിട്ട് നടക്കണമെന്ന് അവർക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ പൂത്തുമ്പി പിള്ളേർ ഒരുപാട് പറയുന്നുണ്ടായിരുന്നു, എന്തുകൊണ്ട് പബ്ജി ബാൻ ചെയ്യുന്നില്ല, പബ്ജിക്ക് ചൈനയുമായിട്ടുള്ള ബന്ധമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. പിന്നെ വാട്സപ്പിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ഫേക്ക് മെസ്സേജുകൾ വരുന്നുണ്ടായിരുന്നു. അതായത് വരും ദിവസങ്ങളിൽ നമുക്ക് സൂം ബാനാവും, പബ്ജി ബാനാവും, അതുപോലെ തന്നെ വാട്സപ്പ് നിങ്ങൾ ഉപയോഗിക്കുന്ന ചൈനീസ് ഫോൺ അതാണ്, അതുകൊണ്ട് തന്നെ ഈ മെസ്സേജ് വായിക്കാൻ പറ്റുന്നവർക്കുള്ള ഒരുപാട് ഫേക്ക് മെസ്സേജ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു പബ്ജി ആരാധകനാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സത്യാവസ്ഥ എന്താണെന്ന് അവരെ മനസ്സിലാക്കാനും ശ്രമിക്കുക. അപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ നിങ്ങൾക്ക് മുടങ്ങാതെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ചിലപ്പോൾ ഈ പൂത്തുമ്പി പിള്ളേർക്കൊന്നും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല, അതുകൊണ്ട് തന്നെ അവരാരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയാൻ ഞാൻ പറയുന്നുമില്ല. അപ്പോൾ പൂത്തുമ്പി പിള്ളേരല്ലാത്ത നമ്മുടെ വെടിയും പുകയും തീയായിട്ട് നടന്ന പിള്ളേർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നമ്മുടെ ഗിവേവിൽ പങ്കെടുക്കാത്തവരാണെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം, എല്ലാവരും ടെലിഗ്രാമിൽ ജോയിൻ ചെയ്ത് ഗിവേവിൽ പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ കാര്യത്തിലേക്ക് വരാം. ഈ പബ്ജി എന്ന് പറയുന്ന ഒരു ചൈനീസ് ബന്ധമുള്ള ഗെയിമാണോ അല്ലെങ്കിൽ ചൈനയുടെ ഗെയിമൊക്കെയാണോ നമ്മൾ ആദ്യമായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. ചൈന എന്ന് പറയുന്നൊരു കൺട്രി അല്ല പബ്ജി എന്ന് പറയുന്നൊരു ഗെയിം ഡെവലപ്പ് ചെയ്ത്. നമ്മുടെ ഈ പബ്ജിയുടെ ഒറിജിൻ എന്ന് പറയുന്നത് കൊറിയനാണ്. അതായത് ബ്ലൂ ഹോൾ എന്ന് പറയുന്നൊരു കമ്പനിയാണ് ഈ നമ്മുടെ പബ്ജി എന്ന് പറയുന്നൊരു ഗെയിം ഡെവലപ്പ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ഒരു ബന്ധവും ചൈനയായിട്ടില്ല. പിന്നീട് ഈ ടെൻസൻ ഗെയിം എങ്ങനെ വന്നു എന്ന് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഈ കൊറിയൻ കമ്പനി ഈ ഒരു ഗെയിം ഡെവലപ്പ് ചെയ്ത സമയത്ത് ഈ ഗെയിമിന് ഇത്ര ഒരു പ്രചാരമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്കൊരു ചൈന മാർക്കറ്റിലോട്ട് എൻട്രി ചെയ്യണമെങ്കിൽ ഒരു ചൈനീസ് കമ്പനി ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു പബ്ജി ഗെയിമിന് നമുക്ക് എന്താ പറയുക ഒരു ചൈനീസ് മാർക്കറ്റിലോട്ട് എൻ്റർ ആവാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഒരു 10% ഷെയർ ഈ ടെൻസൻ എന്ന് പറയുന്നൊരു കമ്പനിക്ക് കൊടുത്ത് ഈ ഒരു ഗെയിം ചൈനയിലോട്ട് എൻ്റർ ആവാനായിട്ട് ശ്രമിച്ചത്. അപ്പം ഒരു 10% മാത്രമാണ് പബ്ജിയുടെ ഒരു ഷെയർ കാര്യങ്ങൾ ഈ ടെൻസന് കൊടുത്തിട്ടുള്ളൂ. അപ്പം ഈ ഒരു ഗെയിം എന്നിട്ടും ചൈനയിൽ വലിയ ഹിറ്റ് ആയില്ല. അതിനുശേഷമാണ് ഈ ടെൻസൻ എന്ന് പറയുന്ന ഒരു കമ്പനി ഇതിനൊരു മൊബൈൽ വെർഷൻ ഇറക്കുന്നത്. അതായത് നമ്മളിപ്പോൾ കളിക്കുന്ന പബ്ജി മൊബൈൽ എന്ന് പറയുന്നൊരു ഗെയിം മാറ്റി ഒരു മൊബൈൽ വെർഷനിലോട്ട് മാറ്റിയും അത് വമ്പൻ ഹിറ്റ് ആവുകയും ചെയ്തു. അപ്പം ഈ ഒരു ഗെയിം എന്ന് പറയുന്നത്, അതായത് പബ്ജി മൊബൈൽ എന്ന് പറയുന്ന ഗെയിമിന് ഡയറക്റ്റ് ചൈനയുമായിട്ടൊരു ബന്ധമില്ല. അതായത് ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഒരിക്കലും ചൈന അല്ലാത്തതുകൊണ്ട് ഒരു കാരണവശാലും ഇന്ത്യയിൽ നിന്ന് ബാൻ ചെയ്യില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. ഇതൊരു ചൈനീസ് കമ്പനിയുടെ ബന്ധമില്ലാത്തതുകൊണ്ട് അതിലും 10% ഷെയറിൻ്റെ കാര്യങ്ങളാണ് ഞാൻ ഈ ഇൻ്റർനെറ്റിൽ തപ്പിയപ്പോൾ എനിക്ക് അറിയാനായിട്ട് സാധിച്ചു. അപ്പോൾ ഒരു കമ്പനി ആ ഒരു ഗെയിമിൽ പല കമ്പനികൾക്കും എന്താ പറയുക ഓണർഷിപ്പ് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ടെൻസന് മാത്രമല്ല പല ഗെയിമിംഗ് കമ്പനികൾക്കും ഇതിനകത്ത് എന്താ പറയുക ഷെയർ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരിക്കലും ചൈന മാത്രമല്ല ഈ ഒരു ഗെയിം കൊണ്ടുവന്ന, അല്ലെങ്കിൽ ചൈനയ്ക്കല്ല ഈ ഒരു ഗെയിമിൻ്റെ മുഴുവൻ അവകാശ കാര്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പബ്ജി എന്ന് പറയുന്ന ഗെയിം ഒരിക്കലും ബാൻ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ബാൻ ആവുമെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു ഗെയിം ചൈനയിൽ ഇറക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടെൻസൻ്റെ ഇത് വന്നെങ്കിലും ടെൻസൻ്റെ ഹെൽപ്പോട് കൂടി ഈ ഒരു ഗെയിം ചൈനയിൽ ഇറക്കിയിട്ടും അതവിടെ വലിയ ഹിറ്റായില്ല, അവിടെ കുട്ടികളുടെ വഴി തെറ്റും എന്നൊക്കെ പറഞ്ഞ് ബാൻ ആവുകയൊക്കെ ചെയ്യുന്നു. പിന്നെ പല അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വന്ന് കാര്യങ്ങൾ മാറ്റിയിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പബ്ജിക്കും ചൈനയ്ക്കുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത്. പബ്ജി മൊബൈൽ ഇറക്കിയത് ടെൻസൻ ഗെയിംസ് ആണ്, പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് കൊറിയൻ. അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് കൊറിയനാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗെയിം ഇവിടെ നിരോധിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഇത്. അതുപോലെ തന്നെ എൻ്റെ അറിവും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. ഇനി പറയുന്നത് സൂം എന്ന് പറയുന്നൊരു കമ്പനിയുടെ കാര്യമാണ്. സൂം എന്ന് പറയുന്ന കമ്പനി ഇതിൻ്റെയും ഉണ്ടാക്കിയ ആൾ ചൈനക്കാരനാണെന്ന് പറഞ്ഞ് പല മെസ്സേജ് കാര്യങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലുമല്ല. സൂം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയത് ചൈനീസ് എന്താ പറയുക ചൈനയിൽ ജനിച്ച ഒരാളാണ്. പക്ഷേ അദ്ദേഹം ഒരു എന്താ പറയുക ഇപ്പം അമേരിക്കയിൽ ജീവിക്കുന്ന ഒരാളാണ്. ഈ ഒരു എന്താ പറയുക അമേരിക്കൻ വംശജനാണ് ഈ ഒരു ഗെയിമല്ല പബ്ജി സൂം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്ത്. അപ്പോൾ പബ്ജിക്കാണെങ്കിലും സൂമിനാണെങ്കിലും ഡയറക്റ്റ് ചൈനയുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇപ്പം സൂമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചൈനയിൽ ജനിച്ചൊരു വ്യക്തിയാണ് സൂം എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തതെന്നുള്ളൂ. ഒരിക്കലും ഈ ഒരു ആപ്ലിക്കേഷനുകൾക്കൊന്നും ചൈനയുമായിട്ടൊരു ബന്ധമില്ല. അതുകൊണ്ട് തന്നെ ഈ പൂത്തുമ്പി പിള്ളേർ ഈ പറഞ്ഞുകൊണ്ട് നടക്കുന്നതും കേട്ട് നിങ്ങൾ വിശ്വസിക്കേണ്ട ഒരു ആവശ്യവുമില്ല. പല റിപ്പോർട്ടുകളും ഈ അടുത്തിടയ്ക്ക് വന്നിരുന്നു. അതായത് പബ്ജി മൊബൈൽ പോലുള്ള ഗെയിമുകൾ നമ്മുടെ വിവരങ്ങൾ ചോർത്തുന്നുണ്ടെന്ന്
മാത്രമല്ല പല വിവരങ്ങളും പല എന്താ പറയുക ഗവേഷകരും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിരുന്നു. അതിൻ്റെ സത്യാവസ്ഥ അറിയില്ല, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. എനിവേ അതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ് വല്ലതും കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അറിയിക്കുന്നതായിരിക്കും. ഇനിയിപ്പോൾ നമ്മുടെ വിവരങ്ങൾ ചൈനയിലേക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ചോർത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ ബാൻ ചെയ്യണമെന്നും ആണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇപ്പോൾ ഒരു വിവരങ്ങൾ ചോർത്തുന്നുണ്ട്, ഇപ്പോൾ ചൈനയുടെ അല്ല, ഇനിയിപ്പോൾ ഏതെങ്കിലും രീതിക്ക് ചൈനയിലോട്ട് ഇവർ വിവരങ്ങൾ ചോർത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ ബാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനും പബ്ജികൾ നിർത്തും, വേറൊരു ഗെയിമിലോട്ട് മാറും. അത്രോളം സ്നേഹം മാത്രമേ പബ്ജിക്ക് എനിക്കുള്ളൂ. ഇന്ത്യയിലേക്ക് കൂടുതൽ സ്നേഹമൊന്നും എനിക്ക് പബ്ജിയോടില്ല. പബ്ജി എനിക്കിഷ്ടമാണ്, പബ്ജി ഞാൻ കളിക്കാറുണ്ട്. പക്ഷേ ഞാൻ ജനിച്ചത് ഇന്ത്യയിലാണ്, ഇന്ത്യയോട് തന്നെയാണ് എനിക്ക് കൂടുതൽ സ്നേഹം എന്ന് പറഞ്ഞത്. സോ അപ്പോൾ ഇതുവരെയുള്ള വിവരങ്ങളനുസരിച്ച് നമുക്ക് ഇന്ത്യയിൽ പബ്ജി ബാൻ ചെയ്യേണ്ട ആവശ്യമില്ല, ബാൻ ചെയ്യില്ലെന്ന് തന്നെയാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും പബ്ജി കളിക്കുന്ന മച്ചാന്മാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോക്ക് ലൈക്ക് അടിക്കാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കുക. അപ്പോൾ പൂത്തുമ്പി പിള്ളേരോട് പോയി പണി നോക്കാൻ പറ. ടിക്ടോക്ക് പോയാലും നമ്മുടെ പബ്ജിയുടെ അഞ്ചത്തോട്ട് കയറിയിട്ട് കാര്യമില്ല. ഇനി ടിക്ടോക്ക് വരുവാണെങ്കിൽ അവർ പൂത്തുമ്പിയും കുറലമ്മയൊക്കെ ആയിട്ട് വരട്ടെ. പബ്ജി പിള്ളേരെ എടുത്തിട്ട് കളിക്കാൻ പറഞ്ഞെങ്കിൽ ഇവിടെ ഇപ്പോഴും ഡബിൾ ബാരൽ ഗണ്ണിരിക്കേണ്ട എടുത്ത് പുഷ്കു എന്നുള്ള സാധനം തരും. അപ്പോൾ ഇനി ഇതൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും പഠിക്കണം. നാളെ മറ്റൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ ഗൈസ്.